സുഹൃത്തുക്കളെ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ആളെ മാത്രമല്ല, ആളും മറ്റൊരു കോച്ചും കൂടി നേതൃത്വം നൽകുന്ന ഒരു കിടിലൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ക്യാമ്പ് നടക്കുന്ന ടർഫും ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ക്യാമ്പ് നടക്കുന്നത് നമ്മളെ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലുള്ള കരിവണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ വെള്ളിയൂരിൻ്റെയും ഇടയിലുള്ള പുതിയപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത്. സോ ഈ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുന്നേ ആളാരാണ് എന്താണ് നിങ്ങൾക്ക് കാണണ്ടേ. ഒരു പക്ഷേ നമ്മളൊക്കെ കേരളത്തിലെ 95% കുട്ടികളും ആഗ്രഹിക്കുന്നത് ചെറുപ്പത്തിലൊരു ഫുട്ബോൾ താരമാവണം എന്നായിരിക്കും. അതുപോലെ ചെറുപ്പകാലത്ത് നല്ല ഫുട്ബോൾ താരമാണെന്ന് ആഗ്രഹിച്ച കാലിൽ നല്ല കളിയുള്ള ഒരു കുട്ടി, ആ കുട്ടി 13 വയസ്സാകുമ്പോഴേക്കും ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഒരു കാല് പൂർണ്ണമായും മുറിച്ചു മാറ്റേണ്ടി വരുന്നു. എന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലക്ക് മനക്കരുത്തുകൊണ്ട് എല്ലാം അതിജീവിച്ച് ഇന്ത്യൻ ആംബ്യൂട്ട് ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി മാറിയിട്ടുണ്ടെങ്കിൽ, ബഹ്റൈനിലും കെനിയയിലും ഒക്കെ പോയി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ISL ടീമുകളുടെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട പരിശീലകരുടെ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇരുകാലുകൊണ്ടും കളിക്കുന്ന മെയിൻ ഫുട്ബോൾ താരങ്ങളുടെ കൂടെ മെയിൻ മത്സരങ്ങളിൽ കളിക്കാനുള്ള കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ കാണണ്ടേ. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ള കേരളത്തിൻ്റെ ആംബ്യൂട്ട് ഫുട്ബോൾ ടീമിൻ്റെ ഇതിഹാസം എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്മളെ വൈശാഖിനെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വൈശാഖ് ലൈസൻസ്ഡ് ഫുട്ബോൾ കോച്ച് കൂടിയാണ്. സോ ആ മനക്കരുത്തും ആ കരുത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് വൈശാഖിൻ്റെ കൂടെയാണ് മൈക്ക് പോകുന്നത്. ലെറ്റ്സ് ഗോ. സോ സുഹൃത്തുക്കളെ, നമ്മളെ വൈശാഖിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈശാഖ്, വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഒരുപാട് പരിപാടികൾക്കും അതേപോലെ മറ്റേ കെൻസയുടെ പരിപാടിക്കൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ വിചാരിക്കുന്നതാണ് വൈശാഖിൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇപ്പം എന്തായാലും ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വന്നാണ് നമ്മൾ ചെയ്യുന്നത്. വൈശാഖിൻ്റെ വിശേഷങ്ങൾ പറയും. ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ വൈശാഖിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷം, ഞാൻ നിലവിൽ ഇന്ത്യൻ ആംബ്യൂട്ടി ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതേപോലെ തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി വോളിബോൾ കളിച്ചിട്ടുണ്ട് മുന്നേ. ഇപ്പോൾ ഫുട്ബോൾ ഫുൾ ടൈം ഫുട്ബോളറായിട്ട് തന്നെയാണ് ഉള്ളത്. വോളിബോൾ ഇപ്പോൾ കളിക്കുന്നില്ല. പിന്നെ അർജൻറ്റീനയുടെ അണ്ടർ 23 ടീമിൻ്റെ കൂടെ കളിക്കുകയും പന്ത് തട്ടാനൊക്കെയുള്ള ക്യാമ്പ് ചെയ്യാനൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കളി കണ്ടിട്ട് അർജൻറ്റീനയുടെ ഒരു കോഴിക്കോട് ഒരു ക്യാമ്പ് നടന്ന സമയത്ത് ആ ക്യാമ്പിലേക്ക് അർജൻറ്റീനയുടെ അണ്ടർ 23 ടീമിൻ്റെ കോച്ച് മറഡോണ വേൾഡ് കപ്പ് കളിച്ചപ്പോൾ ആ ടീമിൻ്റെ വിങ് ബാക്ക് കളിച്ച ജൂലിയോ ലിത്തിക്കേഷ എന്ന് പറയുന്ന കോച്ചാണ് എന്നെ ആ ട്രെയിനിങ് സെക്ഷനിലേക്ക് വിളിച്ചത്. അവരുടെ കൂടെ കളിക്കാനുള്ള വലിയൊരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കളി കഴിഞ്ഞിട്ട് കോച്ച് അർജന്റീനയുടെ ഒഫീഷ്യൽ ക്യാപ്പ് എനിക്ക് ഊരി തന്ന സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ എന്താ പറയാ അത്രയും വലിയ സന്തോഷമുള്ള കാര്യമായിട്ടൊക്കെയാണ്. പിന്നെ ISL ക്ലബ്, അതേപോലെ ISL ക്ലബിന്റെ കൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ കളിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് അവസരം ലഭിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കോഴിക്കോട് ആംബ്യൂട്ടി ഫുട്ബോൾ കളിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് കളിക്കുന്നത് നോർമൽ ഫുട്ബോളാണ്. സാധാരണ ആളുകളുടെ കൂടെയുള്ള ടൂർണമെന്റുകളും കാര്യങ്ങളാണ് കൂടുതലായിട്ട് കളിക്കുന്നത്. ഈ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പോ മത്സരങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. അലോ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഫാദർ വട്ടുകുളം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു 11 ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഫാദർ വട്ടുകുളം കല്ലാനോട് ടൂർണമെന്റ്. ആ ടൂർണമെന്റില് മലബാർ യുണൈറ്റഡ് FC കോഴിക്കോട് എന്ന് പറഞ്ഞൊരു ടീമിന്റെ കൂടെ കളിക്കുന്ന വീഡിയോ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ ആളുകൾ എടുത്തിട്ട് വൈറലായ സമയത്താണ്. അന്ന് എൽക്കോ ഷട്ടോരിയായിരുന്നു നോർത്ത് ഈസ്റ്റ് യൂണിയന്റെ കോച്ച്. പിന്നീട് നമ്മളെ ബ്ലാസ്റ്റേഴ്സിന് ആ കോച്ച് തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് ക്ഷണിക്കുകയും നോർത്ത് ഈസ്റ്റിന്റെ കൂടെ ക്യാമ്പ് ചെയ്യാനും പ്രാക്ടീസ് മത്സരങ്ങൾ കളിക്കാനൊക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ISLന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വൈശാഖ്, എനിക്ക് ചോദിക്കാനുള്ള എന്താ പറയുക, ഇത് ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ടാണ് വൈശാഖിന്റെ ശരീരം ഇങ്ങനെ ആയത്. അപ്പോൾ ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഒരു കാല് നഷ്ടപ്പെട്ടു, മറ്റൊരു കാല് പൂർണ്ണമായും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ മനക്കരുത്തുകൊണ്ട് നേരിട്ട് പോരാടിയിട്ടാണ് വൈശാഖ് ഇങ്ങനെ, ഒരുപക്ഷെ നടക്കാൻ പറ്റൂല എന്ന് വരെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ കളിക്കുന്നു, വിദേശത്തൊക്കെ പോയി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു. അപ്പൊ ഇത് സംഭവിച്ചത് എങ്ങനെയാണ്? ആദ്യം വൈശാഖ് ഫുട്ബോൾ കളിക്കുന്ന, ഞാൻ പണ്ടേ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഫുട്ബോളും വോളിബോളാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ നാട് എന്ന് പറയുന്നത് വോളിബോളിൽ കൂടുതൽ വോളിബോൾ കളിക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടി പറയട്ടെ. നമ്മളിപ്പോൾ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ, കുറ്റ്യാടി റൂട്ടിലാണ്. കോഴിക്കോട് നിന്ന് കുറ്റ്യാടിക്ക് വരുന്നത്, പേരാമ്പ്ര, നടുവണ്ണൂരൊക്കെ ഉള്ള ഒരു റൂട്ടിൽ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് വോളിബോളാണ്.
അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഫുട്ബോളിൻ്റെ ഒരു ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് വൈശാഖ് നമ്മളോട് പറയാൻ പോകുന്നത്. അതിൻ്റെ ഹെഡ് കോച്ചാണ് വൈശാഖ്. സോ ഈ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വൈശാഖിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഫുട്ബോളും വോളിബോളും കളിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ എന്ത് കളിക്കുന്നതിലും എന്ത് ചെയ്യുന്നതിലും കൂടുതൽ സന്തോഷം നൽകുന്നത് ഫുട്ബോൾ കളിക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ ജൂനിയർ കളിക്കുന്ന ആ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷൻ ട്രയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയിലാണ് എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയത്. ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വളവിൽ വെച്ചിട്ട് ഞാൻ സഞ്ചരിച്ച ബൈക്കിൽ KSRTC ബസ് വന്ന് ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് ബസ്സിൻ്റെ ബാക്കിൽ തെറിച്ച് വീണ്. അങ്ങനെ KSRTC ബസ് മറ്റേ പഴയ ആന വണ്ടി എന്ന് പറയുന്ന ആ നീളം കൂടിയ ബസ്സിൻ്റെ ബാക്ക് വീല് കയറിയിട്ടാണ് എൻ്റെ വലതുകാല് മുറിച്ച് കളഞ്ഞത്. ഇടതുകാലിനും ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്, കമ്പി ഇട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നോട് അപകട സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത്, അപകടം പറ്റിയിട്ട് ഒരു 8 മാസമൊക്കെ കഴിഞ്ഞ് എൻ്റെ ചികിത്സകളൊക്കെ കഴിയുന്ന സമയത്തും എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ബെൽറ്റിൻ്റെ 2 സൈഡിൽ റോഡിലുള്ള ഒരു ബെൽറ്റിൻ്റെ സഹായം ഇല്ലാണ്ട് ഒരിക്കലും നിൽക്കാനോ നടക്കാനോ പറ്റൂല എന്നൊക്കെയാണ് എന്നോട് ഡോക്ടർമാർ അന്ന് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുട്ബോൾ കളിക്കാണ്ട് ആലോചിക്കാനേ പറ്റൂല. ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് പോലും വീൽ ചെയറിൽ ഇരുന്നിട്ട് ഷട്ടിൽ ബാറ്റ്, ക്രിക്കറ്റ്, വോളിബോളൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ അന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഒരു 8 മാസത്തോളം കാലിന് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് എൻ്റെ കാലിൻ്റെ പവർ തിരിച്ച് കിട്ടുകയും ബെൽറ്റിൻ്റെ സഹായം ഇല്ലാണ്ട് നിൽക്കാനും നടക്കാനും ഇപ്പം കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 8 മാസത്തോളം അവിടെ താമസിച്ച് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ പവർ തിരിച്ച് കിട്ടിയത്. ഈ വേദനകളൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചതിന് സോറി. പക്ഷേ ഈ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ, ഇന്ന് ഒരുപാട് കുട്ടികൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞു, അധ്യാപകർ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ പോലും ചെയ്യുന്ന അത്രയും മനക്കരുത്തില്ലാത്ത കുട്ടികളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനത്തെ കുട്ടികൾ കേട്ടുകൊള്ളൂ എത്രമാത്രം പ്രതിസന്ധികൾ അതിജീവിച്ചാണ് വൈശാഖ് നിൽക്കുന്നതും കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത്രയും ഒരു വലിയ അച്ചീവ്മെൻറ്റ് വൈശാഖ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തോളൂ. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വൈശാഖിനെ പോലെയുള്ള ആളുകളുടെ മനക്കരുത്തോടി നിങ്ങളൊന്ന് ആലോചിക്കുന്നതല്ലാണ്. ഞാൻ വിചാരിക്കുന്നത് സങ്കടപ്പെടുക എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട്, ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് പറയാറുണ്ട്, ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം സങ്കടപ്പെടുക എന്ന് പറയുന്നത്. അതിന് ഒരു ചെലവുമില്ല. എനിക്ക് അങ്ങനെ പറ്റി, എനിക്ക് വേണമെങ്കിൽ എനിക്കിങ്ങനെ പറ്റി, എൻ്റെ കാല് മുറിച്ച് കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കാൻ പറ്റും. അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ് നമ്മളെ ധീരത. വൈശാഖ് ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഫുൾ ടൈം കളിച്ച് നടക്കുന്ന വെറുതെ സമയം കളയുന്ന ഒരാളാണെന്ന് വിചാരിക്കേണ്ട. വൈശാഖ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, അതോടൊപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. അപ്പോൾ വൈശാഖിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങളിപ്പോൾ ഈ ആത്മഹത്യന്റെ കാര്യങ്ങളും, കുട്ടികൾ ചെറിയ പരീക്ഷ നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പ്രണയം നശിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയാം. ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു പരിപാടിക്ക്, ഇതേപോലെയുള്ള ഒരു പരിപാടിക്ക് ഒരു ഗസ്റ്റായിട്ട് ഒരു കോളേജുകളിലെ പല കോളേജുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. അവരുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്, കോളേജിലുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നെ ഒരു കുട്ടി കാണാൻ വേണ്ടി വന്ന്, ഒരു പെൺകുട്ടിയാണ് കാണാൻ വേണ്ടി വന്നത്. ആ കുട്ടി കാണാൻ വന്നിട്ട് എൻ്റെ അടുക്ക വന്നിട്ട്, അന്ന് എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഭാര്യനോട് എന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന സമയത്ത് ആ കുട്ടി കരയാൻ തുടങ്ങി, പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ഒന്നും സംസാരിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കംഫർട്ട് ആകുമ്പോൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നെ രാത്രി വിളിച്ച്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടീൻ്റെ ജീവിതത്തിലുള്ളൊരു കഥ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അച്ഛനും അമ്മയും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്. ആ കുട്ടി പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം തമിഴ്നാട്ടിൽ കൊക്കോ ടീമിന് തമിഴ്നാടിന് വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ്, നല്ലോണം പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം എന്താ പറയുക, ഫ്ലോപ്പായ സമയത്ത് ആ കുട്ടി പഠനത്തിലും കളിയിലൊക്കെ പിറകിലോട്ട് വരാൻ തുടങ്ങി. അപ്പം നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പഠനത്തിൽ ഫെയിലാകുന്ന സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ആ കുട്ടി ഭയങ്കര പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോയി. അപ്പോൾ അവസാനം ആ കുട്ടി മരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ മരിക്കാൻ തീരുമാനിച്ച സമയത്ത് ആ കുട്ടി ഒരു ബ്ലേഡ് എടുത്തിട്ട് വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത്
വീട്ടിൽ സ്വന്തം റൂമിൽ ഇരുന്നിട്ട് കൈ മുറിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു ചാനൽ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ ആ കുട്ടി മരിക്കാൻ നോക്കുന്ന സമയത്ത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നൊരു മെസ്സേജ് വന്നു. അപ്പോൾ ആ കുട്ടി മരിക്കുന്നതിനെ ലാസ്റ്റ് കേട്ട ഒരു സൗണ്ടാണിത്. അപ്പോൾ അതെന്താന്ന് നോക്കിയിട്ട് മരിക്കാന്നുള്ള ഒരു പേര് ഓപ്പൺ ചെയ്ത് അത് ജോഷ് ടോക്കിൽ ഞാനൊരു വീഡിയോ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോന്റെ നോട്ടിഫിക്കേഷനാണ് ആ കുട്ടിക്ക് വന്നത്. അപ്പോൾ ആ കുട്ടി ആ വീഡിയോ കണ്ട്, ഞാൻ സംസാരിച്ച വീഡിയോ കണ്ടതിന് ശേഷം മരണത്തിൽ നിന്ന് പിന്മാറുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നല്ല ലെവലിൽ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർ ജീവിതത്തിലേക്ക് വൈശാഖിന്റെ ലൈഫിന് ഒരു അർത്ഥമുണ്ട്, വൈശാഖ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര എന്താ മെന്റലി നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഒരാളെ ജീവിതത്തിലേക്ക് നമ്മളെ വാക്ക് കേട്ട് തിരിച്ചു വരാൻ പറയാന്ന്. അപ്പം എന്തായാലും വൈശാഖിന്റെ കൂടെ നമുക്ക് വൈശാഖിന്റെ ഫുട്ബോൾ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഞാനും വൈശാഖും നമ്മളൊരു ചലഞ്ച് ചെയ്യാം, എന്തെങ്കിലും ഒരു ചലഞ്ച്. ഓക്കെ, നമ്മളെ പ്രേക്ഷകർ കാണട്ടെ. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ക്യൂ സ്പോർട്സിലാണ് നമ്മളുള്ളത്. ക്യൂ സ്പോർട്സ് ഇവിടെ നടക്കുന്ന അക്കാഡമി, വൈശാഖാണല്ലോ ഹെഡ് കോച്ച്. വൈശാഖും നമ്മളെ ബാസിത്ത് നിലവില് നിലവിൽ കോഴിക്കോട് സബ് ജൂനിയർ ജില്ലാ ടീമിന്റെ കോച്ചാണ്. അതേപോലെ AC മിലാൻ അക്കാദമിയിൽ ചോയ്സ് സ്കൂളൊക്കെ കോച്ചായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാസിത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്. ബാസിത്തും ഈ അക്കാദമിന്റെ ഭാഗമായിട്ടുണ്ട്, ലൈസൻസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്യാമ്പ് ഇതിന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് നടക്കുന്നത്? നിലവിൽ ഒരു വർഷമായി തുടങ്ങിയിട്ട്. ഒരു വർഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വെക്കേഷനിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അതിൽ 19ഓളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ സമയത്ത് മാത്രമാണ് ആ ക്യാമ്പ് നടത്തിയത്, ചുരുങ്ങിയ കാലയളവിൽ നടത്തിയതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഫുട്ബോള് ക്യാമ്പുകളൊക്കെ കുറവുള്ള ഒരു സ്ഥലമാണ്. കളിക്കാൻ ഒരുപാട് താല്പര്യവും നല്ല രീതിയിൽ കളിക്കുകയും സ്റ്റാമിനയും ഫിറ്റ്നസ്സും ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ ഈ ഏരിയയിലുണ്ട്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലായിട്ട് എങ്ങനെ ഫുട്ബോളിലേക്ക് വരണം, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എങ്ങനെ ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഇത്രയും ടാലൻ്റ് ഉണ്ടായിട്ടും സ്വന്തം നാട്ടിലുള്ള ഗ്രൗണ്ടുകളിൽ കളി അവസാനിപ്പിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ഭൂരിഭാഗം കുട്ടികളും. ആ കുട്ടികളെ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. നിലവിൽ ഇവിടെ ഇപ്പം അക്കാദമി ലീഗോ KFA ലീഗോ കളിക്കുന്ന കുട്ടികളില്ല. അതേപോലെ അതിന് അവസരം കൊടുക്കുന്ന അക്കാദമികളും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അക്കാദമി എന്നുള്ള നിലയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ വെക്കേഷൻ ക്യാമ്പ് വളരെ സക്സസ് ആയിരുന്നു. ഒരുപാട് കുട്ടികൾ വന്ന് ഒരുപാട് എൻക്വയറി ഉണ്ട്. ഒരുപാട് ആളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ വരാൻ കാത്തിക്കാണ്. അതാണ്, ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും താല്പര്യമുള്ള അത്രയും ടാലന്റ് ഉള്ള കുട്ടികൾ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരിക്കലും ക്യാമ്പില്ലാത്തത് കൊണ്ട് അവർ കളിക്കാണ്ടായി പോരുത് എന്നുള്ളത് നമ്മളൊരാഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്ത്യ കളിക്കുന്ന ലെവലിൽ, അല്ലെങ്കിൽ കേരള ടീമിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്, സ്റ്റെപ്പായിട്ട് കൊണ്ടുവരണം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോച്ചസ് ഒക്കെ ജില്ലാ ടീമിന്റെ അതുപോലെ തന്നെ കണക്ഷൻ ഉള്ള ആളുകളാകുമ്പോൾ പുതിയ നല്ല അക്കാഡമികളിലേക്ക്, മീൻസ് കുറച്ചുകൂടി ഹയർ ഫെസിലിറ്റികളുള്ള അക്കാഡമികളിലേക്കൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നാടെന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാന്തപ്രദേശം ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റിയ ആളുകൾ ആരൊക്കെയാണ്? ഏതൊക്കെ നാട്ടുകാരാണ്? പേരാമ്പ്ര എന്ന് പറയുന്ന നാടിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ്. ഇത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലാണ് ഈ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഈ പേരാമ്പ്ര, നടുവണ്ണൂര്, കരുവണ്ണൂര് തുടങ്ങിയ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡേറ്റ് കൂടി നമുക്ക് പറയാം. ഇതിന്റെ ഡേറ്റ് പുതിയ അടുത്ത സെഷൻ റെഗുലർ ആയിട്ടുള്ള ക്യാമ്പ് ഇവിടെ തുടങ്ങാൻ പോവാണ്. ഒരുപക്ഷെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ക്യാമ്പ് തുടങ്ങാൻ പോവാണ് ഏപ്രിൽ 5-ന്. ഓക്കെ, നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഏപ്രിൽ 5-ന് ഇവിടെ പുതിയ ക്യാമ്പ് തുടങ്ങാൻ പോവാം. മീൻസ് മുന്നത്തെ ക്യാമ്പിന്റെ കണ്ടിന്യൂറ്റി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏപ്രിൽ 5-ന്. സോ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഇപ്പം തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്തൊന്നും ഒരുപാട് ഫുട്ബോൾ ക്യാമ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കുട്ടികൾ രക്ഷിതാക്കളെ എൻക്വയറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം എത്രയും പെട്ടെന്ന് നടത്തുക. കാരണം
ഒരു കൂടുതൽ മാസ് ടീമിനെ വെച്ചിട്ട് ഒരു പക്ഷേ ക്യാമ്പ് നടത്താൻ പറ്റില്ല. ഒരു കോച്ചിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്ര കുട്ടികളെ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വൈശാഖ് ഇവിടെ നമ്മളെ കൂടെ ഉണ്ട്. ഇനി ഈ ക്യാമ്പ് ടർഫിലും മഡിലും ഒക്കെ ആയിട്ടാണ് നടക്കുക. ഈ ടർഫ് ഒരു ക്വാളിറ്റി ടർഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം നല്ല കുഷ്യൻ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡായിട്ട് ചെയ്ത ഒരു സാധനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സ്പോർട്സുകാർ ഈ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവർ ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്, അങ്ങനത്തെ ആണ് ഇതിൻ്റെ ഈ ഓണർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. അപ്പോൾ ക്യൂ സ്പോർട്സ് ഈ പറഞ്ഞ പോലെ തന്നെ സ്വിമ്മിംഗ് പൂള് എല്ലാം സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ടർഫിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ക്യാമ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താം. നമ്മളെ കൂടെ സമയം ചെലവഴിച്ച വൈശാഖിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്, നമ്മളെ കൂടെ വന്നതിന്, നമ്മളെ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തതിന്, നമ്മളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തതിന്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു സെഷനും കൂടി, ഒരു ചെറിയ ചലഞ്ച് ഉണ്ട്. ഓക്കെ, വൈശാഖ് പന്ത് കെട്ടുന്നത് കാണാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഇത് നമ്മളെ വൈശാഖിൻ്റെ വൈഫാണ്. പേരെന്തായിരുന്നു? തീർത്ഥ. നിങ്ങൾ ഒരേ നാട്ടുകാരാണ്. ഒരേ നാട്ടുകാർ പറയുമ്പോൾ ഉഷാറായിട്ട് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? എന്താ പറഞ്ഞു? വൈശാഖിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു ചാലഞ്ച് നമ്മൾ ചെയ്യുന്നു. വെറൈറ്റി എന്തെങ്കിലും നമുക്ക് ഒരു ബോൾ ദൂരെ വെച്ചിട്ട് ആ ബോളിൽ കൊള്ളിച്ചാലോ? ഒരു ബോൾ ദൂരെ വെച്ചിട്ട് അതിന് കൊള്ളിക്കാം. ഓക്കെ, വെച്ച ബോളിന് കൊള്ളിക്കലാണോ? വെച്ച ബോളിന് കൊള്ളിക്കാം. ഇതായിട്ട് കംഫർട്ടായിട്ട് ചെയ്യലും. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. ഈ ടർഫിന്റെ ഈ യെല്ലോ പെനാൽറ്റി ബോക്സ് ഒന്ന് ഷൂട്ട് ചെയ്യും. ഏത് ബോൾ വേണോ? ഇത് വേണോ അത് വേണോ? ഓക്കെ, അപ്പോൾ ഈ ബോള് വൈശാഖ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കൊടുത്തിടും. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വൈശാഖിനുണ്ടാവും. സീന് റെഡി? Ready? ലാസ്റ്റ് പെനാൽറ്റി അടിച്ചിട്ട് ക്രിസ്ത്യാനോ വരില്ലേ? അമാരിയാണ് വരിക. അപ്പോൾ വിന്നറ് വൈശാഖാണ്. അപ്പോൾ എന്തായാലും ഈ ചാലഞ്ച് വൈശാഖ് അടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റില്ലല്ലോ, ഒരു ചാലഞ്ചും കൂടി. അപ്പോൾ അടുത്ത പാട്ട് മത്സരത്തിൽ കാണാൻ അറിയില്ലേ, അപ്പോൾ നമുക്കൊരു ക്രോസ് ബാർ ചാലഞ്ചും കൂടി അടിക്കാം. ഓക്കെ, വൈശാഖ് അടുത്ത കാലം കൊണ്ട് അടിക്കുന്നത് കൊണ്ട് ഞാനും അടുത്ത കാലം മാത്രം. ഓക്കെ ഓക്കെ, റെഡി? ഫസ്റ്റ് വൈശാഖ് അടിച്ചോ. ഓക്കെ അടിച്ചോ? ഈ ഫ്രെയിം പെട്ടെന്ന് കുഴപ്പമില്ല. ഓ, അത് വെയിറ്റ് കൂടുതലാണ്. ആ ബോള് എനിക്ക് തോന്നേ ഈ ബോള് മാത്രം മതി. നോ 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 നോ. ലാസ്റ്റ് കിക്ക് കിട്ടോ അതിന്റെ? ഇതിപ്പോ ഞാൻ അടിച്ചില്ല, മാനം കൂടെ അല്ലടോ. ഫ്രീ കിക്കിലൊക്കെ ഗോൾ അടിച്ച് ഫോം ആയിക്കണ സമയവും. ഇല്ല, അപ്പൊ ഇതും അദ്ദേഹം താങ്ക്സ്. അപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മളെ ഭാഗമായതിൽ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നമ്മളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ അക്കാഡമിയുടെ കാര്യം പറഞ്ഞത് മറക്കണ്ട. ജോയിൻ ചെയ്യാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കിക്കോളൂ. വൈശാഖിന്റെ ക്യാമ്പിൽ നിങ്ങൾക്ക് അങ്ങാവും. പിന്നെ വീഡിയോസ് എല്ലാം കാണലുണ്ട്. ഓക്കെ, എല്ലാം ഷെയർ ചെയ്യുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ. നമ്മൾ വിചാരിച്ചു നമ്മളെ ഭയങ്കര മോട്ടിവേഷൻ ആണ്, പക്ഷെ വൈശാഖിന്റെ മോട്ടിവേഷന്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. കൂടി ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, എനിവേ താങ്ക് യു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ.